ശ്രീ എൻ ശ്രീകുമാർ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലേക്ക് ഇപ്പോൾ CPM മാറിയിരിക്കുന്നു. നേരത്തെ അത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു, ഇപ്പോൾ നേരെ തിരിഞ്ഞു. നേരത്തെ കിട്ടിയിരുന്ന ഹിന്ദു വോട്ടുകൾ നഷ്ടമായപ്പോൾ മറ്റു നിലപാടിലേക്ക് വരുന്നു. ഞങ്ങൾ ഏതായാലും ഇല്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണോ? നിങ്ങളില്ല എന്ന് പറയുമ്പോൾ മുഴുവൻ ലോകത്തെ എല്ലാ ഭക്തജനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണ് ആലോചിക്കുന്നത്. അതിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്ന സംഘപരിവാറിനെയും ക്ഷണിക്കുന്നു, BJPയുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെ ഒരു പരിപാടിയായി നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വിട്ടുനിൽക്കുന്നു? നോക്കൂ ശ്രീമതി സ്മൃതി, അയ്യപ്പ സംഗമം നടത്തിയിട്ടല്ലല്ലോ ഇത്രയും കാലം ഭക്തർ ശബരിമലയ്ക്ക് പോയത്. എത്രയോ കാലമായി. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നു ഒരവസരം വന്നു, 75-ാം വാർഷികം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. അത് ബോർഡാണ് നടത്തുന്നത്. ശരി, അയ്യപ്പന്മാരുടെ എല്ലാവിധ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാനാണ് അയ്യപ്പ സംഗമം എന്നാണ് അവർ പറയുന്നത്. ഈ അയ്യപ്പ സംഗമം എന്ന് വെച്ചാൽ അയ്യപ്പന്മാരായിരിക്കണം സംഗമത്തിൽ വരേണ്ടത്. ഒരാൾ അയ്യപ്പനാകണമെങ്കിൽ അത് അയാൾ വ്രതമെടുത്തിട്ട് വേണം അയ്യപ്പനാകാൻ. ഒരു സാധാരണ മനുഷ്യനെ അയ്യപ്പനാണ്, അങ്ങനെയാണെങ്കിൽ അയ്യപ്പനെന്ന് വിളിക്കുന്നത്. സാധാരണ അയ്യപ്പന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പല സ്ഥലങ്ങളിലാണ്. ചിലർക്ക് സ്വാമി എന്ന് വിളിക്കും, ചിലർക്ക് അയ്യപ്പൻ എന്ന് വിളിക്കും. പക്ഷേ മൊത്തത്തിൽ അയ്യപ്പന്മാരെന്ന് വെച്ചാൽ വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്നവരാണ്. ഇവിടെ നടത്താൻ പോകുന്നത് ഒരു സമ്മേളനമാണ്. അത് ആഗോളം. ഈ ആഗോളം എന്ന് പറയുന്നത് ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു വിശേഷണമാണ്. കാരണം അവരെല്ലാം ലോക മലയാള സമ്മേളനം, ആഗോള പരിപാടി, ഇപ്പം സാഹിത്യ അക്കാദമി നടത്തിയത് പോലും ലോക സാഹിത്യ സമ്മേളനമാണ്. അപ്പോൾ അത് ലോകം ചേർത്ത് ആഗോളം ചേർത്ത് ഇത് കൊണ്ടുവരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്നത് ഇതൊരു അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് ആ നിലയ്ക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് പേർ ശബരിമലയ്ക്ക് വരുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട്, തെലങ്കാനയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലാണെങ്കിൽ തെലങ്കാന, ആന്ധ്ര മുഖ്യമന്ത്രിമാരെയും കൂടി നോക്കണ്ടേ? അതവർ വിളിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുമ്പോൾ അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വോട്ട് ലഭ്യമാക്കാനാണ്. ഹിന്ദുക്കളുടെ വോട്ട് ലഭ്യമാക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തിയാൽ ഫലമുണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, CPM വിശ്വാസികൾക്കെതിരല്ല, CPM അയ്യപ്പന്മാർക്കെതിരല്ല. അതുകൊണ്ട് BJPയിലുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ CPMൻ്റെ സ്ഥാനാർത്ഥികൾക്കും വേണമെങ്കിൽ വോട്ട് ചെയ്യാം. കാരണം CPM വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു. ഇതുകൂടെ ഒന്ന് തെളിയിക്കണം CPMന്. അങ്ങ് പറയുന്ന രൂപത്തിലാണ് ഈ തന്ത്രമെങ്കിൽ സ്റ്റാലിനെ മാറ്റി നിർത്തുകയില്ലേ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്? എന്തിനാണ് അപ്പോൾ സ്റ്റാലിനെ വിളിക്കുന്നത്? സ്റ്റാലിൻ അവിശ്വാസിയാണെന്ന് മാത്രമല്ല, സനാതന ധർമ്മത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സ്റ്റാലിൻ വരുന്നൊന്നുമില്ല, സ്റ്റാലിൻ 2 മന്ത്രിമാരെയാണ് പറഞ്ഞു വിടുന്നത്. എന്നാൽ പോലും സ്റ്റാലിനെ ക്ഷണിക്കുന്നതിൽ അവിടെ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ഭക്തർ വരുന്നു എന്ന ഉദ്ദേശത്തിലാണ് ക്ഷണിച്ചത് എങ്കിൽ അത് അവിടെ നിൽക്കില്ലല്ലോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഉദ്ദേശത്തിലാണെങ്കിൽ എന്തിനാണ് സ്റ്റാലിനെ ക്ഷണിക്കുന്നത്? അതിപ്പോൾ ദോഷമല്ലേ ചെയ്യുള്ളൂ? അത് നല്ല ചോദ്യമാണ്. അത് സ്റ്റാലിനെ ക്ഷണിച്ചത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ DMK മത്സരിക്കുന്നില്ല. കേരളത്തിൽ UDFും LDFും തമ്മിലാണ് മത്സരം. പിന്നെ BJP ആണുള്ളത് മൂന്നാം സഖ്യമായിട്ട്, മൂന്നാം കക്ഷിയായിട്ട്, മുന്നണിയായിട്ട് NDA മുന്നണിയാണുള്ളത്. DMK കേരളത്തിൽ സ്വാധീനമില്ല. അപ്പോൾ സ്റ്റാലിനെ ക്ഷണിച്ചാലും കുഴപ്പമില്ല, സ്റ്റാലിൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റാലിൻ വരാത്തതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി അദ്ദേഹത്തിന് മനസ്സിലായി കാണും. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അയ്യപ്പന്മാരുടെ സംഘം എന്ന് വെച്ചാൽ നിസ്സാരമല്ലല്ലോ സ്മൃതി. അയ്യപ്പന്മാരുടെ സംഘം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വിശ്വാസ സംഘമാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർക്ക് വിശ്വാസമില്ലാത്ത നേതാക്കൾ കൂടുതലുള്ളൊരു സർക്കാർ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദേവസ്വം മന്ത്രി ശബരിമലയിൽ പോയാൽ തൊഴാത്ത ഒരു പാർട്ടിയിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഒക്കെ CPM നേരിട്ടിപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ നേതാക്കളെ പ്രസിഡന്റാക്കി വെക്കുന്നത്? ഇതിനു മുമ്പ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നില്ല, സഹയാത്രികന്മാരായിരുന്നു. ഇപ്പം സംസ്ഥാന കമ്മിറ്റി അംഗം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇവരുടെ സദുദ്ദേശമാണ് ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യം എങ്കിൽ അത് ഈ സമയത്തല്ല നടത്തേണ്ടത്. സെപ്റ്റംബർ മാസത്തിലല്ലല്ലോ ശബരിമല സീസൺ വരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പക്ഷേ കഴിഞ്ഞിട്ടായിരിക്കാം. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമ്മേളനമാണ് ഇതിപ്പോൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ശരി, അവർക്ക് സദുദ്ദേശമുണ്ട്, സെപ്റ്റംബർ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എല്ലാ കക്ഷികളെയും വിളിക്കണം, സർവ്വകക്ഷികളെയും വിളിക്കണം, ഇവിടെയുള്ള അയ്യപ്പ സേവാ സമിതികളെയും വിളിക്കണം, പ്രമുഖ ക്ഷേത്രങ്ങളുടെ കമ്മിറ്റികളെ വിളിക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം, നമുക്ക് ഈ പരിപാടി, ഈ അയ്യപ്പന്മാരുടെ തീർത്ഥയാത്ര ഭംഗിയായി നടത്താൻ എന്ത് നിർദ്ദേശമാണ് വേണ്ടത്? അതാണ് വേണ്ടത്.
അല്ലാണ്ട് അയ്യപ്പ സംഗമം നടത്താൻ വെച്ചാൽ ആരാണ് അയ്യപ്പന്മാര്? അവിടെ വരുന്ന പ്രതിനിധികൾ ആരാണ്? അവരെങ്ങനെ സെലക്ട് ചെയ്യുന്നു? ലോക മലയാള സമ്മേളനം പോലെ അല്ലല്ലോ അയ്യപ്പം. ലോകത്ത് ഏതെങ്കിലും ഉള്ള ഒരു മലയാളി, ന്യൂയോർക്കിൽ നിന്നൊരു മലയാളി വന്നിട്ട് ഞാൻ അയ്യപ്പനാന്ന് പറയാൻ പറ്റുമോ? അയ്യപ്പൻ എന്ന വിശേഷണം ഉപയോഗിക്കണമെങ്കിൽ അദ്ദേഹം വ്രതമെടുത്തിട്ട് മാലയിട്ടിട്ട് അദ്ദേഹം അയ്യപ്പനായിരിക്കണം, സ്വാമിയായിരിക്കണം. ഇത് ഒരു സാധാരണ ജനമായിട്ട് വന്നാൽ അത് അയ്യപ്പനല്ല. നാളെ ശ്രീപത്മനാഭൻ ആ സമ്മേളനത്തിൽ പോവുകയാണെങ്കിൽ അത് ശ്രീപത്മനാഭനാണ്. അദ്ദേഹം വ്രതമെടുത്താലേ അദ്ദേഹം അയ്യപ്പനാവുള്ളൂ. ക്ഷേത്രത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോവുകയാണോ? ക്ഷേത്രത്തിൽ പോകേണ്ടവർക്ക് പിന്നെ പോകാമെന്ന് പറയുന്നു. പക്ഷെ ക്ഷേത്രത്തിലാണോ ഈ പരിപാടി? അല്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല, ആ പേരാണ് പറഞ്ഞത്. അയ്യപ്പ സംഗമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അയ്യപ്പന്മാരുടെ സംഗമമല്ലേ? ഒരാൾ അയ്യപ്പനായിട്ട് വേണം അയ്യപ്പ സംഗമം നടത്താൻ. ഇത് അയ്യപ്പനാവാതെ സാധാരണക്കാരല്ല അവരെ വരിക. അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആരാ? സ്മൃതി. അദ്ദേഹം അയ്യപ്പനല്ലല്ലോ. ആവുമോ? അല്ല. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്മാരുടെ സംഗമമാണ്. അല്ല, പേര് BJP നിലപാട്, കോൺഗ്രസ് നിലപാട് എന്ത് എന്ന് സംശയിക്കുന്ന രീതിയിലായി പോയി പ്രതികരണം. യഥാർത്ഥത്തിൽ ഈ തരത്തിലാണോ ഇതിനെ കാണേണ്ടത്? നിങ്ങൾ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശ്വാസിയായിരുന്നോ? അപ്പോൾ നെഹ്റു പങ്കെടുക്കുന്ന പരിപാടിയിൽ അതൊരു ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട പരിപാടിയാണെങ്കിൽ നെഹ്റു മാറി നിൽക്കണമെന്നൊരു നിലപാട് രാജ്യം എടുത്തിട്ടുണ്ടോ? അതെന്തൊരു സമീപനമാണ്? പിണറായി വിജയൻ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലല്ലോ. താനൊരു അവിശ്വാസിയാണെന്ന് പറയുന്ന ഒരു നേതാവല്ലേ? നോക്കൂ ശ്രീമതി സ്മൃതി, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല, താങ്കൾക്ക് മനസ്സിലായില്ല. അതായത് ഈ ഒരു സംഗമം നടത്തുമ്പോൾ അയ്യപ്പ എന്ന് പേരിടുന്നത് CPM-ന്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു എന്താണ് പറയുക, രാഷ്ട്രീയ സമീപനം, അതായത് വോട്ട് കിട്ടാനുള്ള സമീപനത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി ഞാൻ അയ്യപ്പൻ എന്ന വാക്കിനെ ഒന്ന് വിപുലീകരിച്ചു എന്നേ ഉള്ളൂ. അത് കോൺഗ്രസിൻ്റെ നിലപാടായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. കാരണം ഏത് കോൺഗ്രസ്സുകാർക്കും അതിനെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകൾക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനാണ് വരേണ്ടത്, അയ്യപ്പന്മാരാണ് വരേണ്ടത്. അത് എങ്ങനെയാണ്? അതാവില്ല. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു കേൾക്കൂ. അതായത് ഇതൊരു സർവകക്ഷി സമ്മേളനം വിളിച്ച്, അല്ലെ രാഷ്ട്രീയ ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കമ്മിറ്റികളുടെ പ്രതിനിധികളെ വിളിച്ച് നടത്തുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു എതിർപ്പ് വരില്ല. നേരെ മറിച്ച് ഇതങ്ങനെയൊന്നും അല്ല. സർവകക്ഷികളില്ല. ഇതിലിപ്പോൾ എല്ലാ ഇടതു മുന്നണിയുടെ നയമാണോ? അതല്ല. ഇത് പാർട്ടിയുടെ തീരുമാനമാണോ? അതറിയില്ല. പക്ഷേ പാർട്ടി ഭരിക്കുന്ന ദേവസ്വം ബോർഡാണ് നടപ്പാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അയ്യപ്പനും വാവരും, മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കേട്ടോ, അയ്യപ്പനും വാവരും വസിക്കുന്ന സ്ഥലമാണ് ശബരിമല. ഇപ്പോൾ പ്രകാശ് മാഷും അതാ പറഞ്ഞത്. തത്വമസി, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ എന്നാ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അയ്യപ്പനും വാവരും വസിക്കുന്ന സ്ഥലത്ത് എത്തുന്നവർക്ക് വേണ്ടിയുള്ള സമ്മേളനം എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൊരു വിശ്വാസം കൊണ്ടുവന്നില്ലേ? അതിലൊരു ഭക്തിയുടെ അംശം കൊണ്ടുവന്നില്ലേ? അപ്പോൾ എനിക്കിങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സാധാരണ ഒരു ഉദ്യോഗസ്ഥ സംഗമമാണോ? അതല്ല ഏതെങ്കിലും ജനങ്ങളുടെ സംഗമമാണോ? അയ്യപ്പന്മാരാണെങ്കിൽ വ്രതമെടുത്ത കാലത്തെ നടത്താവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഭാരവാഹിയായിട്ട്. അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല, അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം പോകുന്നുമില്ല. എന്തിനാണ് അദ്ദേഹത്തോട് ചോദിക്കാതെ പേര് വെച്ചത്? അത് തന്നെ തെറ്റല്ലേ? പ്രതിപക്ഷ കക്ഷി നേതാവിനെ വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങളുടെ സംഗമം നടത്താൻ പോകുന്നുണ്ട്, താങ്കളുടെ നിലപാട് എന്താണ്, നമുക്ക് ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് ചോദിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു, മറ്റേ കർണാടക മുഖ്യമന്ത്രിയെ ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് BJP-ക്കാർ പറഞ്ഞ് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ അവിടെയുള്ളവർ അയ്യപ്പ തീർത്ഥാടകരായിട്ട് വരാറുണ്ടല്ലോ. അപ്പോൾ അവരെ ക്ഷണിച്ചാൽ അത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ ഈ CPM ഉദ്ദേശിക്കുന്ന ആ ഒരു രാഷ്ട്രീയമായ നേട്ടം അവിടെ ഉണ്ടാകില്ല. കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വന്നാൽ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരല്ലേ. സർവകക്ഷി യോഗം വിളിച്ചിട്ടാണ് ഈ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് CPM ഉദ്ദേശിച്ച രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ പച്ച മലയാളത്തിൽ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു BJP-യുടെ സ്വരമാണോ ശ്രീകുമാർ പറയുന്നതെന്ന് വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം വിശ്വാസി എന്ന് പറയുമ്പോൾ, വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ ചന്ദനം തൊട്ടാൽ BJP എന്ന് പറയുന്ന കാലമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. AK പറഞ്ഞൊരു കാര്യമാണത്. കോൺഗ്രസ്സുകാരെ ചന്ദനം തൊട്ടുപോയാൽ BJP-കാരനാണെന്നാ പറയുക. ഞാൻ BJP-കാരായി എന്ന് പറയേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.